ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയുടെ 3 പഞ്ചായത്തുകളിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. UDF പ്രവർത്തകർ ഇപ്പോൾ വാളറയിൽ ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധിക്കുകയാണ്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ വാളറയിൽ പ്രതിഷേധം പുരോഗമിക്കുന്നത്. വാളറയിൽ നിന്ന് ശയന പ്രതിഷ്ഠമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പോകുന്നത്. അതായത് ഈ പദ്ധതിയിൽ വിവാദമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നം ബാധിച്ചിരിക്കുന്ന ആ പ്രദേശത്തെ അവസാനത്തെ ഭാഗമാണ് വാളറ എന്ന് പറയുന്നത്. നേരിമംഗലം, എറണാകുളം ജില്ലയിലെ നേരിമംഗലം മുതൽ ഇടുക്കി ജില്ലയിലെ വാളറ വരെയാണ് നിലവിൽ പ്രവർത്തനാനുമതി നിർത്തിവച്ചിരിക്കുന്നത്. വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇത്തരം ഒരു തീരുമാനത്തിന് കാരണമായി ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ അകത്ത് സർക്കാർ ഒളിച്ചുകളി നടത്തുന്നു എന്നുള്ളതാണ് UDF പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഹൈക്കോടതിയിൽ നേരത്തെ ചീഫ് സെക്രട്ടറി നൽകിയ അപ്പീലിന് സത്യവാങ്മൂലത്തിന് വിരുദ്ധമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലം ഇടുക്കിയിലെ ജനങ്ങളെ ഒറ്റുകൊടുക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ റോഡിൻ്റെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം, വീതി കൂട്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു സുപ്രധാനപ്പെട്ട വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ റോഡിൻ്റെ വീതി കൂട്ടിയുള്ള നിർമ്മാണം നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിലെ വ്യവസായത്തെയും ടൂറിസത്തെയും ഒരുപോലെ സഹായിക്കും എന്നുള്ളതായിരുന്നു കാഴ്ചപ്പാട്. പക്ഷേ പെട്ടെന്ന് ഈ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നതോടുകൂടി ഇതിനെല്ലാം താളം തെറ്റിക്കും. പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലേക്കുള്ള എളുപ്പത്തിലുള്ള ഒരു പാത അത് പൂർണ്ണമായും അടയുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് UDF മുന്നോട്ട് വെക്കുന്നത്. ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് ഇന്ന് അടിമാലി പഞ്ചായത്തിൽ LDFിൻ്റെ ആഭിമുഖ്യത്തിലും ഹർത്താൽ നടക്കുന്നുണ്ട്. അവിടെയും പ്രതിഷേധം നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളെ തടയുന്നുണ്ടായിരുന്നു, സഞ്ചാരികളായിട്ടുള്ള ആളുകളടക്കം. ഇന്ന് പ്രത്യേകിച്ച് രണ്ടാം ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നിരവധി വിനോദസഞ്ചാരികൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് മൂന്നാറിലേക്കായിട്ട് പോകുന്നുണ്ട്. മൂന്നാറിലേക്ക് പോകുന്ന പ്രധാന പാത കൂടിയാണിത്. അതുകൊണ്ട് ആ പാതയിലൂടെ പോകുന്ന ആളുകളെ തടഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധത്തിൻ്റെ ആദ്യഘട്ടം തുടങ്ങിയത്. വിവിധ ഇടങ്ങളിൽ, അതായത് 3 പഞ്ചായത്തിൻ്റെയും സംഗമം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അടിമാലി ടൗൺ ആദ്യഘട്ടം മുതൽ പ്രതിഷേധം നടത്തിയത്. ഇവിടേക്ക് പ്രവേശിക്കുന്ന അടിമാലി പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുമ്പുപാലം അടക്കമുള്ള 10-ാം മൈൽ ഇരുമ്പുപാലം അടക്കമുള്ള മേഖലകളിലും LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ ഒരുപോലെ നിന്ന് പ്രതിഷേധം തീർക്കുന്നുണ്ട്. ഈ പ്രദേശത്തിൻ്റെ വികസനത്തെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒളിച്ചുകളിയാണ് ഇത്തരം സംഭവ വികാസങ്ങൾക്ക് കാരണം. MPയും BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് LDF മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഈ ആരോപണം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇന്നത്തെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം തുടരുന്നുണ്ട്. വരുന്ന തിങ്കളാഴ്ച, അതായത് 14-ാം തീയതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ടുള്ള ഒരു റിപ്പോർട്ട്, സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഇടക്കാല വിധിക്ക് പുറമെ, ഇടക്കാല ഉത്തരവിന് പുറമെ തിങ്കളാഴ്ച കോടതി നൽകുന്ന വിധിയായിരിക്കും ഇതിൻ്റെ അകത്ത് സുപ്രധാനമായി മാറുക. ഈ അനുമതിയില്ലാതെ മരം മുറിച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിൽ ഏത് രീതിയിൽ കാര്യങ്ങൾ പാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ചില തർക്കങ്ങൾ, അതാണിപ്പോൾ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. LDFും മറ്റൊരു തരത്തിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട് അടിമാലി പഞ്ചായത്തിൽ.